നന്ദഗോവിന്ദം ബജൻസ് ഹലോ ഹലോ ഹായ് എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് എന്ത് പലരുടെയും മെഡിസിൻ ആണ്. അത് ഞാൻ കേട്ടു. അത് അസുഖത്തിലിരിക്കുന്ന ആളുകൾക്ക് വരെ നിങ്ങളുടെ പാട്ടാണ് കൊടുക്കുന്നത്. ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കേട്ട് ഡിപ്രഷനൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞവര് ഭയങ്കരമായി ഹാപ്പിനെസ് ആകുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നതിലും വലിയ സന്തോഷം എന്താ കിട്ടാണല്ലോ അല്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुत हनुमान की जय, पवन सुत हनुमान की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय. നമ്മൾ പാട്ട് പാടുന്ന അതിനെ നല്ല രീതിയിൽ ചെയ്യാൻ ഞങ്ങൾ അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലും വലിയ സന്തോഷം ഇതിൽ വരെ ഒന്നും ചെയ്യാൻ കിട്ടാനില്ല. അതുപോലെ തന്നെ राजा राम 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 सीता 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 राम. എനിക്കൊരു അമ്മ ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. തൃശ്ശൂർ എന്നുള്ള അമ്മയാണ്. അപ്പോൾ ഉണ്ണിയെ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ അത് സ്നേഹം മനസ്സിലാവും. ഉണ്ണിയെ എന്നിട്ട് ഒരു സമയം എനിക്ക് ഓടി അയച്ചതിൻ്റെ അകത്ത് എൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരുന്നതിൻ്റെ റീസൺ നിങ്ങളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അവസാനം എടുക്കുന്ന തീരുമാനമാണ് മരണം. ആ മരണത്തെ പോലും മാറ്റാൻ നിങ്ങളുടെ പാട്ടിന് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾ ശരിക്കും ആരാണെന്ന്. നറുവെണ്ണിലാവു പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ, വൈക്കുറുമ്പിയ വീക്കും വൈക്കുറുമ്പിയ വീക്കും വൈക്കറുമ്പിയ പെണ്ണേ വൈക്കറുമ്പിയ പെണ്ണേ, കാത്തു നിൽക്കാതെ വിടപ്പോയടി കണ്ണൻ. ഗോപാല നച്ചോ നച്ചോ ഗോകുലബാല, ഗോവിന്ദ ബോലോ ബോലോ വേണു വേണോല. ഗോപാല നച്ചോ നച്ചോ ഗോകുലബാല, ഗോവിന്ദ ബോലോ ബോലോ വേണു വേണോല. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എന്റെ കൂടെ കണ്ണിനും കാതിനും കരളിനും ഇമ്പം വയ്ക്കുന്ന ഒരു അടിപൊളി ടീമുണ്ട്. നന്ദഗോവിന്ദം ബജൻസ് ഹലോ ഹായ്, വെൽക്കം ടു വെറൈറ്റി മീഡിയ. എനിക്ക് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ പേര് അറിയണം. പക്ഷെ ഞാൻ മുമ്പും പറഞ്ഞു, എനിക്ക് ഇതിൽ ഒരാളുടെ പേര് മാത്രമേ നന്നായിട്ട് അറിയുള്ളൂ. ഒരാളെ മാത്രമേ എനിക്ക് ഇതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയില്ല. എല്ലാവരും ഇഷ്ടമാണ്. അത് ആരാന്ന് വെച്ചാ നമ്മള് പിന്നിലിരിക്കുന്ന സത്യത്തിൽ ആദ്യമായിട്ടാ ഒരാളാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടേക്കാളും ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയത് അരിച്ചേട്ടനെ കണ്ടപ്പോൾ. അരിച്ചേട്ടാ പറഞ്ഞു ഞാൻ പോയില്ലേ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ് അരിച്ചേട്ടാ. ഇങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് ഓരോരുത്തർ പരിചയപ്പെടാം. നിങ്ങൾ ടീം നന്ദഗോവിന്ദം ഭജൻസ് എന്നല്ലേ അറിയുന്നത്. ഓരോരുത്തരുടെ പേര് നമുക്ക് അറിയേണ്ടത് എല്ലാവർക്കും അറിയാം. എന്നാലും കിടക്കട്ടെ, അത് നവീൻ ചേട്ടനിൽ തുടങ്ങട്ടെ. നവീൻ ശരിക്കും ഇതല്ലാതെ എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ലാസ്റ്റ് ഒരു 14 വർഷമായിട്ട് ദുബായിലാണ് സെറ്റിൽ. അപ്പം പ്രോഗ്രാംസിന് വേണ്ടി കീപ്പ് ഓൺ ട്രാവലിംഗ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു FMCG ഫേമിലാണ്. അവിടെ ജനറൽ മിൽസ് എന്നാണ് കമ്പനിയുടെ പേര്. ജനറൽ മത്സ്യം ജനറൽ മിൽസ്. ഓക്കെ. നമ്മുടെ ഇവിടുത്തെ പിൽസ്ബറി ഇല്ലേ, പിൽസ്ബറിയിലൊക്കെ ഓൺ കമ്പനി. ഈ ബ്രാൻഡ്, ഈ കമ്പനിയുടെ ഈ ബ്രാൻഡ്. അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. ഐസ്ക്രീം ഹാഗൻഡാസ് ഐസ്ക്രീംസ് ഉണ്ട്. ഹാഗൻഡാസ് നമ്മുടെ ഇവിടെ കുറവാണ്, പക്ഷെ ഒരു പ്രീമിയം ഐസ്ക്രീമാണ്. അതൊക്കെ നമ്മുടെ ബ്രാൻഡ്. ഇല്ലാത്ത സ്ഥലത്തായി പോയില്ലേ വർക്ക് ചെയ്യുന്നത്. എനിക്ക് മിക്കുന്നുണ്ട് ആ സാധനം നമ്മളുടെ കമ്പനി, പക്ഷെ ഞാൻ കഴിക്കാറില്ല. നല്ല പരസ്യമാണ്. ബെസ്റ്റ് ഐസ്ക്രീം ഇൻ ദി വേൾഡ്, ടോപ്പ് സെല്ലിംഗ് ഐസ്ക്രീം. ഓക്കേ, ഇനി അടുത്താണ്. എൻ്റെ പേര് മനു, കോട്ടയാണ് സ്ഥലം. ജോലി ചെയ്യുന്നു, SBI യിലാണ് വർക്ക് ചെയ്യുന്നത്. കോട്ടയത്ത് തന്നെ പൊൻകുന്നം എന്ന സ്ഥലത്ത്. ഓക്കേ, ഇനി നമ്മുടെ രാജേഷ് ഏട്ടൻ. എൻ്റെ പേര് രാജേഷ്, സ്ഥലം പള്ളുരുത്തിയാണ്. ഇപ്പൊ തിരുവനന്തപുരത്താണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഫാമിലി, വൈഫ്, 2 കുട്ടികളുണ്ട്. പിന്നെ 10 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗൾഫിൽ നിന്ന് നന്ദഗോവിന്ദത്തിലൂടെ കൂടി ഇപ്പൊ നാട്ടില് നന്ദഗോവിന്ദത്തിലുണ്ട്. ജീവൻ. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. ഇപ്പോൾ കുറച്ച് നാൾ ദുബായിലുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പ്രോഗ്രാംസ് ഒക്കെ വായിക്കുന്നു. ഫ്രീലാൻസ് വയലിനിസ്റ്റാണ്.
എൻ്റെ പേര് ശ്രീദർശൻ. ഞാനൊരു ബിടെക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ തൃശ്ശൂരാണ് നാട്ടിൽ. അപ്പോൾ ഞാൻ ദുബായിലാണ് ആദ്യമായിട്ട് ടീമിൽ. ഇപ്പോൾ 2 ഇയേഴ്സായി ദുബായിലാണ്. +1 പഠിക്കുമ്പോഴാണ് ദുബായിൽ നന്ദോദയത്തിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഏറ്റവും ചെറിയ ആളാണോ നിങ്ങളുടെ ടീമിലെ? അതെ. എൻ്റെ പേര് വൈഷ്ണവ് എന്നാണ്. വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ് സ്വദേശം. അവിടെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയറിംഗിൽ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെന്താ, വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ നന്ദഗോവിന്ദത്തിൽ. എങ്ങനെയുണ്ട് നന്ദഗോവിന്ദം? ഒന്നും ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയണ പോലെ തന്നെ അടിപൊളിയാണ്. അപ്പോ കൂടുതലൊന്നും പറയാനില്ല. ഇനി ചേട്ടൻ പറയൂ. പേര് ഹരിരാജ് എന്നാണ്. സ്വദേശം കോട്ടയാണ്. ഞാനൊരു ഓർഗാനിക് ഷോപ്പ് നടത്തുകയാണ്. ഇതാണ് എൻ്റെ പ്രൊഫഷൻ. പിന്നെ തുടക്കം മുതലേ നന്ദഗോവിന്ദത്തിലുണ്ടെന്നുള്ളൊരു ഭാഗ്യം, പേര് നന്ദഗോവിന്ദം എന്നുള്ള പേര് നൽകി എന്നുള്ളൊരു ഭാഗ്യം, മറ്റൊരു ഭാഗ്യം. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. തിരുവഞ്ചൂരാണ് താമസിക്കുന്നത്. ഞങ്ങളെല്ലാം ഏകദേശം അടുത്തുള്ളവർ തന്നെയാണ്. കൂടുതലും കോട്ടയം ബേസ്ഡ് ആണ്. അപ്പം ഞാൻ കയറിയിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. ന്യൂ ആണ്. ഇപ്പം വർക്ക് ചെയ്യുന്ന ടാക്സ് അക്കൗണ്ടന്റ് ആയിട്ടാണ്. അപ്പം ഒത്തിരി സന്തോഷം ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ. ഒത്തിരി സന്തോഷം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. അപ്പം ഞാനും കുറെ നാളായിട്ട് നന്ദഗോവിന്ദത്തിൽ തന്നെ ഉണ്ട്. ഇതിന്റെ മാനേജറാണ്. ഞാനിതിന്റെ മാനേജറാണ്. പിന്നെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. ഞങ്ങളുടെ പണിക്കരേട്ടന്റെ മോനാണ്. അതാണ് മെയിൻ കാര്യം. ആൾക്ക് വേണ്ടിച്ചല്ലേ നമ്മൾ ഇത് തുടങ്ങുന്നത് 25 വർഷം മുമ്പ്. ഓക്കെ ചേട്ടാ, അതിന്റെ ഒരു ഇതുണ്ട്. ഹലോ, എൻ്റെ പേര് വിപിൻ. സ്വദേശം വൈക്കമാണ്. ഞാൻ ഒരു 13ാമത്തെ വയസ്സ് തൊട്ട് മ്യൂസീഷ്യനാണ്. നന്ദഗോവിന്ദത്തിന്റെ ഭാഗമായിട്ട് 5 വർഷമാകുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. അത്രേ പറയാനുള്ളൂ. ടീം സൂപ്പറായിട്ട് പോകുന്നു. എന്താണ് നമുക്ക് ശരിക്കും വർക്ക് ചെയ്യുന്നത് എന്താന്ന് കേൾക്കണം. ഞാൻ പോലീസിലാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിട്ട് അങ്ങനെ പറഞ്ഞു. പോലീസിലാണ്. നിങ്ങൾ എല്ലാം നോട്ട് ചെയ്യണം. കാക്കിക്കുള്ളില് പറയോ? കാക്കിക്കുള്ളില് അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും ഒക്കെ കൂടി സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ പോലും നിങ്ങളുടെ ഭാഗമാവുന്നത്, അതായത് നിങ്ങളുടെ ഒരു പ്രേക്ഷകി എന്ന നിലയിൽ മാറുന്നത്, എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ പാടുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ടെസ്റ്റിൽ കാണിക്കാം കേട്ടോ. ആ പാട്ട് എനിക്ക് എന്തായാലും നിങ്ങൾ പാടിത്തരണം. എല്ലാം പാടിത്തരണം, ഇതും പാടിത്തരണം. ഓക്കെ. ഓക്കെ ചേട്ടാ, നിങ്ങൾക്ക് കേൾക്കാം അല്ലേ? ശരിക്കും നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറയുമോ? നിങ്ങൾ ശരിക്കും ജാതിഭേദ മതമന്യേ, പ്രായഭേദ മതമന്യേ, അങ്ങനെ ഒരുപാട് ആളുകൾ ആശ്രയിക്കും. ബെസ്റ്റ് എക്സാമ്പിളാ ഞാൻ. അല്ല, എനിക്ക് ഒത്തിരി മെസ്സേജ് വരാറുണ്ടോ. അതായത് അത് ഇത് ഹിന്ദു ഡിവോഷണൽ ആയിരിക്കാം, പക്ഷെ അത് അൾട്ടിമേറ്റ്ലി പറഞ്ഞാല് എല്ലാവർക്കും സന്തോഷം കിട്ടാനും സമാധാനം കിട്ടാനുള്ള പാട്ട് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പീസ് ഓഫ് മൈൻഡ് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് വിചാരിക്കും. ഈ പാട്ടിന്റെ പ്രത്യേകത ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് വൈറലായ ഒരു പാട്ടാണ്. ഞങ്ങൾ വീട്ടിൽ വരുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരേ രാഗത്തിൽ വരുന്ന പാട്ടുകളാണ് ഇതും ഇതൊക്കെ. അപ്പം 96 നമ്മുടെ കൂടുതലുള്ള ഒരു ചേട്ടനാണ് ചോദിച്ചത്, അതുകൊണ്ട് ചുമ്മാ ഒന്ന് വായിക്കാന്ന് വെച്ചിട്ട് ചുമ്മാ വെറുതെ വായിച്ചാ. അത് പ്ലാൻഡൊന്നും ആയിരുന്നില്ല, സിങ്കായി. അത് ആ സ്റ്റേജ് ഞാൻ നോക്കുന്ന നോട്ടം എല്ലാവരും ഭയങ്കര പറയുമല്ലോ. അത് നോക്കുന്ന പറഞ്ഞാൽ ആക്ച്വലി വേണോ വേണ്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ആ സ്റ്റേജ് വായിക്കാൻ. അപ്പൊ ഞാനപ്പോ തന്നെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു വായിച്ചോളാം. അതാണ് ഞാൻ ഇവനടുത്തേ പറയുന്നത്, അത് വായിച്ചോളാൻ പറഞ്ഞിട്ട് അത് വായിച്ചോളാൻ പറയുമ്പോൾ അപ്പം അവൻ വായിച്ചു. അത് ആക്ച്വലി ഞങ്ങൾ അപ്പൊ വായിക്കേണ്ട പ്ലാൻ ഇല്ലായിരുന്നല്ലോ, കൺഫേം ഒന്നും അറിയില്ല. അത് വായിച്ച് അതിന്റെ ഒരു മീനിങ് ഉണ്ട്. അത് ഇപ്പൊ 96 കഥ നമുക്ക് അറിയാമല്ലോ. അതിന്റെ അകത്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്നില്ല. രാധേകൃഷ്ണൻ എന്നുള്ള പ്രേമം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, അവരും ശരി.
ശരിക്കും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്തൊരു ഭാഗ്യമാണ്. കാരണം നിങ്ങളെ കാണാൻ എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളുടെ പാട്ട് കേൾക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ നോക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് ഇത്ര മാത്രം ഒരു തൊട്ട ഡിസ്റ്റൻസ് അല്ലടാ അത്ര അടുത്തുനിന്നാ ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്, പാട്ട് ആസ്വദിക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു പാട്ടില്ലേ പലരുടെയും മെഡിസിൻ ആണ്. അത് ഞാൻ കേട്ടു. അതായത് അസുഖത്തിലിരിക്കുന്ന ആളുകൾക്ക് വരെ നിങ്ങളുടെ പാട്ടാണ് കൊടുക്കുന്നത്. അയ്യോ, ഇതിന് പകരം നിങ്ങൾക്ക് എന്താ ഇനി വേണ്ടത് എനിക്ക് അറിയുന്നില്ല. അല്ല, അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കേട്ട് ഡിപ്രഷനൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞവർ ഭയങ്കരമായി ഹാപ്പിനെസ് ആവുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നതിലും വലിയ സന്തോഷം എന്താ കിട്ടാണല്ലോ അല്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. അത് മതി. അതെ, അത് മതി അല്ലേ? ഇനി എന്ത് വേണോ രാജേഷ് ചേട്ടാ? അല്ല, അത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജുകൾ അയക്കും. അവരുടെ അവസ്ഥകൾ പല സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നമ്മളറിയുന്നില്ല നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ പാട്ട് പാടുന്നു അല്ലേ, നമ്മൾ പാട്ട് പാടുന്നു, അതിനെ നല്ല രീതിയിൽ ചെയ്യാൻ ഞങ്ങൾ അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലും വലിയ സന്തോഷം ഇതിൽ വരെ ഒന്നും ചെയ്യാൻ കിട്ടാനില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ പാട്ട് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഓഡിയൻസിനെ പോലും എനിക്ക് ഓർമ്മയിലുണ്ട്. നിങ്ങളുടെ ഈ പാട്ടിൽ തന്നെ ഒരു ചേച്ചി ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ, അവരെ പോലും നമ്മൾ ഓർമ്മ വെക്കുകയാണ്. അപ്പൊ അത്രമാത്രം നിങ്ങൾ അങ്ങ് ആഴത്തിലേക്ക് ചെന്ന് ഇറങ്ങുന്നുണ്ട്. എസ്പെഷ്യലി ഭജൻ കണക്ട് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ആണ്, നമ്മളതാണ് അവരുമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഇതിനകത്ത് ഈ കണക്ട് എന്നുള്ള വേർഡിന് കുറെ നമുക്ക് മാനങ്ങളുണ്ടല്ലോ ശരിക്കും. അത് ഓഡിയൻസുമായിട്ടുള്ള കണക്ട്, നമ്മളുടെ പിന്നെ ഡിവോഷണൽ ആയിട്ടുള്ള കണക്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്ക് കണക്ട് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് എന്താ പറയണ്ടേ, മൾട്ടി ഡയമെൻഷൻസ് ഒക്കെ വേണം പറയാൻ കണക്ട്. അതെ. പിന്നെ ഈ സാധാരണ നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നു, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ചേട്ടാ ഇത് പാട്ടാ പാടുന്നതെന്ന് ചോദിച്ചാൽ പോലെ അവർ പറയും പരിപാടിക്ക് കേട്ടാൽ മതി, പരിപാടിക്ക് വരുന്നു. പക്ഷെ നിങ്ങൾ വളരെ വ്യത്യസ്തരാണ്. നിങ്ങളൊരു ഭജൻ കണക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഓഡിയൻസിന് നിങ്ങൾ ആദ്യമേ പാട്ട് അയച്ചു കൊടുക്കുന്നു. അത് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് കൊള്ളാം. എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അത് ഐഡിയ വന്ന എനിക്ക് തന്നെയായിരുന്നു വന്നത്. അതിങ്ങനെ ആലോചിച്ചു. അപ്പൊ ആൾക്കാരെല്ലാവരും നമ്മളെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അവര് പാട്ടെടുത്ത് പാടുന്നു, ലിറിക്സ് ചോദിക്കുന്നു, അവർക്ക് നമ്മളെ പാട്ടുകൾ പാടാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വൈ നോട്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാര്യം. എല്ലാവർക്കും കൂടത്തിൽ പാടാൻ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ രാവിലെ ഇത് നമ്മുടെ എല്ലാവരും വീട്ടില് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്ലേ ചെയ്തുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും, അല്ലെ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ അവർ ഹെഡ്സെറ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അതിന്റെ കൂട്ടത്തിൽ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വർക്കിന്റെ കൂട്ടത്തിൽ നിൽക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അത് നമുക്കത് ലൈവായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും അത്ര മാത്രമല്ല. ഞങ്ങൾക്ക് അറിയുന്നില്ല സക്സസ് ആവില്ലയോ എന്നുള്ളത്, നമുക്ക് നമ്മൾ ട്രൈ നോക്കണം. ദുബായിൽ ഒരു 100 ഓഡിയൻസിനെ വെച്ചിട്ട് വളരെ ചെറുതായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തൊരു ഫസ്റ്റ് കണക്ട് 100 പേരെ വെച്ചിട്ട് അതിന്റെ റിസൾട്ട് അടിപൊളിയായിരുന്നു. അതിനുശേഷം അവർ വാട്സപ്പ് ഗ്രൂപ്പ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അവർക്ക് വേണം, അവിടെ ദുബായിലുള്ള ആൾക്കാർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഇപ്പം നമ്മളെ കണക്ഷൻ ഇവിടുത്തെ നാട്ടിലെ കണക്ഷൻ എല്ലാം കാരണം ടൈമില്ല. എസ്പെഷ്യലി തൃശ്ശൂരെ കണക്റ്റും കൊച്ചിയിലെ കണക്റ്റൊക്കെ ഭയങ്കരമായ ലെവലിലേക്ക് പോയി. നമ്മളെ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെക്കാൾ അവരെ കൊണ്ടുപോകും, അവർ ലിഫ്റ്റ് ചെയ്ത് പോകണം പ്രോഗ്രാം. ഇനി നമുക്ക് പാട്ട്, ഇത് കുറച്ച് നമ്മൾ പറയാൻ കുറച്ച് പാട്ടാ. നിങ്ങളുടെ പാട്ട് കേൾക്കാനായിരിക്കും കൂടുതൽ ഞാൻ വരെ ഇരിക്കുന്നത്. സത്യത്തിൽ ഫ്രീ ആയിട്ട് കേൾക്കണമല്ലോ, അപ്പൊ ഞാൻ കുറെ. ഇനി നമുക്ക് ഒരു പാട്ട് കൂടി നല്ല വൈറലായ സിയാപതി അതുകൂടി കേൾക്കാം, എന്നിട്ട് നമുക്ക് ചേട്ടന് ഇഷ്ടമുള്ള പാട്ട് പാടാം. ഓക്കെ? അല്ല, സിയാപതിയുടെ ആള് അല്ല, അത് ഇച്ചിരി ഹെവി ആണല്ലോ സാധനം. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി. കവിമുനിയോദിയോ വനമല കേട്ടുവോ കിളിമകൾ പാടിയോ നിളയതു ചൊല്ലിയോ സീതാകാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി.
ഭവസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകനും സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुत हनुमान की जय, पवन सुत हनुमान की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय। भाव भक्ति का भूखा सोई जो कुछ नहीं पावे, भाव भक्ति का भूखा सोई जो कुछ नहीं पावे, भक्त भूल गए राम दीवाने निज पद मांगो देवे, भक्त भूल गए राम दीवाने निज पद मांगो देवे। सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुत हनुमान की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय। ब्याद कौन आचार्य किया था ध्रुव की उम्र तोड़ी, ब्याद कौन आचार्य किया था ध्रुव की उम्र तोड़ी, कहाँ गजेंद्र बड़ा था विद्या व्याध विदुर के कड़वी, कहाँ गजेंद्र बड़ा था विद्या व्याध विदुर की कड़वी। सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुत हनुमान की जय, पवन सुत हनुमान की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय, तपोवन ज्ञानानंद की जय। राजा राम राजा राम, राजा राम राजा राम, राजा राम राजा राम, राजा राम राजा राम, सीताराम 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 सीताराम, सीताराम 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 सीताराम, राजा राम सीताराम सीताराम राजा राम, राजा राम सीताराम सीताराम राजा राम। बोलो राजा राम राजा राम राजा राम राजा राम, राजा राम राजा राम राजा राम राजा राम। बोलो राजा राम राजा राम राजा राम राजा राम, राजा राम राजा राम राजा राम राजा राम। बोलो राजा राम राजा राम राजा राम राजा राम, राजा राम राजा राम राजा राम राजा राम, राजा राम राजा राम। बोलो राजा राम राजा राम राजा राम राजा राम, राजा राम सीता राम 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 सीता राम। ഇവിടെ നമ്മൾ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇതേ കിടക്കുന്ന പുതിയൊരാള് ഇപ്പൊ വന്ന് എവിടുന്ന് വന്ന് എങ്ങനെ വന്നു? കണ്ണൂരായിരുന്നു. അപ്പോ പെട്ടെന്ന് വരാനുള്ള ഒരു താമസം. വിനീത് ശ്രീനിവാസൻ സംസാരിക്കുന്ന പോലെ ഇല്ലേ? വിനീത് ശ്രീനിവാസൻ സംസാരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞിരിക്കുന്നല്ല. ഞാൻ ശരിക്കും ഇന്നലെ കണ്ണൂരായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് നൈറ്റ് ഞാൻ വണ്ടി ബുക്ക് ചെയ്തിരുന്ന, അപ്പോൾ ആദ്യത്തെ ബസ് ക്യാൻസലായി. അതിനുശേഷം 11 മണിക്ക് ഇവിടെ തളിപ്പറമ്പ് വന്നിട്ടാണ് അവിടെ നിന്നാണ് വേറെ വണ്ടി കിട്ടിയത്. ഒരുപാട് കോമഡി കണ്ണൂരിൽ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ വേണമെങ്കിൽ
കണ്ണൂരിൽ നിന്ന് കോട്ടയം പോയിട്ട് അല്ല, ആദ്യത്തെ ഒരു കോട്ടയമാണോ? പ്ലാനിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ആദ്യം ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു. അപ്പോ അവിടുന്ന് ഒരാൾ നോക്കണുണ്ട്. രാവിലെ 9 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അടിയാവും. കുഴപ്പമില്ല, എന്തായാലും ഇവിടുന്ന് ഒരു കോള് കിട്ടുമെന്ന് അറിയാം. കൂടെ എന്നെ കൂടി ഇവര് പറഞ്ഞു കേട്ടോ പറയാൻ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അടിച്ചേട്ടാ, നീ അടിച്ചേട്ടാണോ ക്വസ്റ്റ്യൻ? ഇപ്പൊ എനിക്ക് തോന്നുന്നു സീനിയർ ആണ്, അതിന്റെ യാതൊരു ഇതും ഇല്ല അല്ലെ. സാധാരണ കുറച്ച് വയസ്സായ ആളുകളെ നമ്മുടെ ടീമിൽ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവരുടെ മൈൻഡ് സെറ്റ് അല്ലേ. പക്ഷെ ഈ അരിച്ചേട്ടനെ പറ്റി ഒന്നും ഇല്ലാന്ന്, നമ്മളെക്കാളും ചില്ലാണോ? ഇതൊന്നും ഒരുപാട് കഥകൾ പുറകത്ത് പോയി പറയാനുണ്ടാവും അല്ലേ. 25 വർഷമായി ഇതിന്റെ ഭാഗമാണ്. ഇതിന് പേരിട്ടത് നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേര് വരെ വന്നത് എവിടെ നിന്നാണ്? പറയൂ, എന്തെങ്കിലും പറയൂ. നന്ദു എന്നുള്ള പേര് വന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആലോചിച്ച് ഇങ്ങനെ കുറെ നേരം കിടന്ന സമയത്ത് കിട്ടിയ ഒരു പേരാണ് നന്ദു എന്നുള്ളവര്. ആ ഒരു പേര് പിറ്റേ ദിവസം ഉള്ളൊരു പരിപാടിയിൽ വെച്ചാണ് നന്ദു എന്നുള്ള പേര് അനൗൺസ് ചെയ്യുന്നത്. അപ്പം നന്ദി പറയുന്ന ഒരു ഭാഗം അതാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് മുതലേ. അപ്പോൾ ആ നന്ദി പറയുന്ന ആ സമയത്താണ് ഫസ്റ്റിലെ ഒരു നന്ദു എന്നുള്ള പേര് പൊതുജനം അറിയുന്നത്. അങ്ങനെയാണ് ആ പേര് ആ സമയത്ത് 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ആപ്റ്റായ പേര് ഇതിന് ഇനി വേറെ ഇല്ല അല്ലെ. അന്നിട്ടതാണെങ്കിലും ഇപ്പോഴും അടിപൊളിയാ, ഇപ്പോഴും ന്യൂജൻ പേര് പോലെ തോന്നുന്നു നമുക്ക്. ശരിക്കും അന്നത്തെ കൂടെ ആൾക്കാരെ കൂടെ പോകുമ്പോഴേ, അന്നത്തെ ഇവരില്ലല്ലോ, പലരും അന്നില്ല. ഉണ്ടാ ഉണ്ടെന്നല്ലേ, അല്ല കുഞ്ഞല്ലായിരുന്നു. ഈ പിള്ളേരെ കൂടെയൊക്കെ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്താ? ഏതാ അടിപൊളി, അല്ലെങ്കിൽ എങ്ങനെയാ ഇവരും അവരൊക്കെ അതിൽ പോകുമ്പോഴുള്ള ഒരു? അല്ല, അത് പുതിയ തലമുറയിലേക്ക് എത്തപ്പെട്ടുണ്ടല്ലോ. അപ്പം അന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഞങ്ങള് നാട്ടിലുള്ള, ഇപ്പം ഞാൻ അല്ലെ പണിഗിരിയേട്ടന് അല്ലെങ്കിൽ നാട്ടിലുള്ള കുറച്ച് കലാകാരന്മാരൊക്കെ ഉള്ള സമയമാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും 25-27 വയസ്സ്, 27-30 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ് അന്ന് ഉള്ളത്. നമ്മുടെ പ്രായം. അതെ, ആ പ്രായമാണ്. അപ്പം ആ സമയത്ത് അതിനുശേഷം അതേ പ്രായത്തിൽപ്പെട്ടുള്ള വീണ്ടും എത്തിപ്പെടാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ എന്റെ പ്രായം തന്നെ അറിയുന്നില്ലെന്നൊരു പറയാം. ഇങ്ങനെ ഇരിക്കുന്ന വിചാരിക്കേണ്ട കാര്യമില്ല. നല്ല പ്രായത്തില് ഒരു കാലില് മഞ്ഞ പാന്റ്, ഒരു കാലില് പച്ച പാൻറ്റൊക്കെ അതിനുശേഷം അതൊക്കെ വിട്ട് ശരിക്കും നിങ്ങൾ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ ആളുകൾ എടുത്തുന്നുള്ള ഒരു ഇതെന്താ, നിങ്ങളെ ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും പെട്ടെന്ന് ആളുകൾ വരാ, കെട്ടിപ്പിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കൈ പിടിക്കുക, കെട്ടിപ്പിടിക്കുക? അല്ല, അത് എല്ലാവരുടെയും സ്നേഹമാണല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം അവര് കാണുന്ന ഞങ്ങളെല്ലാവരെയും അവരുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ, അവരുടെ സ്വന്തം അനിയന്മാരായിട്ടോ അല്ലെങ്കിൽ അവരുടെ ചേട്ടനായിട്ടോ അല്ലെങ്കിൽ മക്കളായിട്ടോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ അവരുടെ ആ സ്നേഹം നമുക്ക് അവരുടെ ഫേസിൽ ഭയങ്കര അറിയാൻ പറ്റും. അപ്പം ആ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടായ കാര്യം അറിയാം, അത്രയും സ്നേഹം ബോണ്ടിങ് അവർക്കുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം അല്ലെങ്കിൽ 3/4 മണിക്കൂർ എന്തായാലും ഫോട്ടോ എടുക്കാനും ആൾക്കാർ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അവരുടെ സ്നേഹമാണ്. പിന്നെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാട്ട് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്, ഒരുപാട് സമാധാനം തരുന്നുണ്ട്, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വൈബ് കിട്ടുന്നുണ്ടെന്നൊക്കെ അവര് പറയാറുണ്ട്. എനിക്ക് ഈ സ്റ്റേജിലെ ഓഡിയൻസ് നിങ്ങളുടെ പരിപാടി കഴിഞ്ഞാൽ പാട് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? നമുക്ക് പോലും മൈൻഡിൽ നിൽക്കുന്നതായിട്ടുള്ള, കാരണം പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓഡിയൻസ് ഉണ്ടാവാം. അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയേ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഫാമിലി, അവരൊരു ഭാര്യയും ഭർത്താവ് രണ്ടുപേരും സ്റ്റേജിൽ കയറി വന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളൊരു 2 മാസം മുമ്പ് വരെ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ വഴക്കാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. അപ്പോൾ ഇവർ 2 മാസമായുള്ള ഈ പ്രോഗ്രാം നിങ്ങളുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്
അപ്പോൾ ഇപ്പോൾ അവരെല്ലാ ദിവസവും രാവിലെ നമ്മുടെ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം വീട്ടിൽ ഒരുപാട് സമാധാനം, ഞങ്ങൾ ഏതായാലും അടിയില്ല കൂളിംഗ് എഫക്റ്റ് ആണ്. എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് കോമൺലി കേൾക്കുന്ന ഫീഡ്ബാക്ക്, ഹീലിംഗ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഹീലാക്കുന്നുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു മെഡിസിനാ അല്ലേ? ഞങ്ങൾ പറയത്തില്ല, പക്ഷെ എല്ലാവരും പറയുന്നുണ്ട്. അതെ, ദേഷ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ സങ്കടം ഉണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാൽ മതി, എല്ലാം അങ്ങ് ഉണങ്ങി പോയിക്കോളും അല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകുമ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പറയാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. രണ്ടമ്മമാര് സെയിം കേസായിട്ട് വിളിച്ചു. ഒന്ന് ഒരു വൈക്കത്തുനിന്നും ഒന്ന് എറണാകുളത്തുനിന്നും. രണ്ടുപേരും എന്നെ കോൾ ചെയ്തിട്ട് വിളിച്ചിട്ട് കരയുമായിരുന്നു. അപ്പം അവർക്ക് നമ്മുടെ പ്രോഗ്രാം നേരിട്ട് കാണണം. രണ്ടാമത്തെ കാര്യം, മെയിനായിട്ട് നവീനെയും ശ്രീലാലിനെയും മനുവിനെയും നേരിട്ട് കാണണം. രണ്ടുപേരുടെ ആഗ്രഹം അതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ കാര്യം എന്ന് പറയുമ്പോൾ, അല്ലെ എവിടെയാണ് പ്രോഗ്രാം? അപ്പോൾ ഞാൻ പറഞ്ഞു വൈക്ക ഏരിയയിൽ നമുക്ക് ഈ വർഷം ഇല്ലെന്നൊക്കെ ഞാൻ നോർമലി പറയുന്ന രീതിയിൽ പറയാം, നമുക്ക് വേറെ ഏരിയയിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കരഞ്ഞിട്ട് പറയണം, മോനെ അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രണ്ടുപേർക്കും ക്യാൻസറാണ്. ഒരാൾക്ക് ലങ്സ് ക്യാൻസറും ഒരാൾക്ക് ക്യാൻസറാണെന്നാണ് പറഞ്ഞത്. അപ്പം രണ്ടുപേർക്ക് സെയിം ഇഷ്യൂ ആണ്. അപ്പം അവരങ്ങ് കരയോ കുറേ നേരം. അപ്പം ഞാൻ പറഞ്ഞമ്മ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് നോക്കാം, എല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്ന ഇതാണ്. അപ്പം നമുക്കത് കേട്ടപ്പോൾ തൊട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പം പറഞ്ഞായിരുന്നു, എങ്ങനെയാലും പോയി ഒന്ന് കാണാൻ പറ്റുമായിരുന്നു നല്ലതായിരിക്കുന്നു. കാരണം പ്രോഗ്രാം നമുക്ക് ആ സമയത്തില്ല, അവർക്ക് വരാനും പറ്റത്തില്ല, അവർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വെളിയിൽ ഇറങ്ങാനും പറ്റത്തില്ല. അപ്പൊ അവരെ വിളിച്ച് ഒരു അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. എനിക്കൊരു അമ്മ ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. അപ്പം എനിക്ക് ഈ വാട്സപ്പ് എൻ്റെ നമ്പർ യുഎയിൽ കണക്റ്റഡ് ആണ്, ഒത്തിരി മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതിലൊരു അമ്മ തൃശ്ശൂർ എന്നുള്ള അമ്മയാണ്. അപ്പോൾ ഉണ്ണിയെ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ സ്നേഹം മനസ്സിലാവും. ഉണ്ണിയെ എന്നിട്ട് ഒരു ദിവസം അമ്മ എനിക്ക് ഓടി അയച്ചതിൻ്റെ അകത്ത് എൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരുന്നതിൻ്റെ റീസൺ നിങ്ങളാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവരുടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസിഷൻ അവർ ഡിസൈഡ് ചെയ്യാൻ പോകുമായിരുന്നു, പക്ഷെ അവർ ചെയ്യാതിരുന്ന റീസൺ വെച്ചാൽ നിങ്ങളാണ്. നിങ്ങൾ കാരണം നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ ഒരാളുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അവസാനം എടുക്കുന്ന തീരുമാനമാണ് മരണം. ആ മരണത്തെ പോലും മാറ്റാൻ നിങ്ങളുടെ പാട്ടിന് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾ ശരിക്കും ആരാണെന്നുള്ളത്. വേർഡ്സ് ഇല്ല എനിക്ക്. ഇനി നമുക്ക് പാട്ട് പാടാം. ഇനി മാറി മാറി പാടിയല്ലോ അതോ മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ വിട പോയടി കണ്ണൻ മധുവിധു കാലമല്ലേ മധുരയ്ക്ക് പോയതല്ലേ മണിമയിൽ പീലി കണ്ടും മറന്നിട്ടു പോയതല്ലേ നറുവെണ്ണിലാവു പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ മൈക്കുറുമ്പിയെ മീക്കും മൈക്കുറുമ്പിയെ മീക്കും മൈക്കറുമ്പിയ പെണ്ണേ മൈക്കറുമ്പിയ പെണ്ണേ കാത്തു നിൽക്കാതെ വിട പോയടി കണ്ണൻ गोपाल नचो नचो गोकुल बाला गोविंद बोलो बोलो वेणु विलोला गोपाल नचो नचो गोकुल बाला गोविंद बोलो बोलो वेणु विलोला गिरिधारी गावो गावो नटवर लाला 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 वनमाली धिमी धिमी रास विलोला 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 गोपाल नचो नचो गोकुल बाला गोविंद बोलो बोलो वेणु विलोला गोपाल नचो नचो गोकुल बाला
കുറുമ്പിയനേക്കും മൈക്കറുമ്പിയ പെണ്ണേ മൈക്കറുമ്പിയ പെണ്ണേ കാത്തു നിൽക്കാതെ വിട പോയടി കണ്ണൻ. നിങ്ങളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കമന്റ്സ് ഉണ്ട്, നിങ്ങളുടെ പാട്ടിന്റെ അത്ര തന്നെ മനോഹരമാണ് നിങ്ങളുടെ ചിരിയെന്ന്. കേൾക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ പാട്ടിന്റെ അത്ര തന്നെ മനോഹരമാണ് നിങ്ങളുടെ ചിരിയും എന്നുള്ള കമന്റ് കേട്ടിട്ടുണ്ടോ? ഈ ചേട്ടൻ എപ്പോഴും നല്ല രസമായിട്ടാ ചിരി കേൾക്കുന്നത്, ഭയങ്കര രസമാണ്. ശ്രീലാൽ ഫാൻസിന്റെ ശ്രീലാലിന്റെ ചിരിക്കുന്ന നല്ല ഫാൻസ് ഉണ്ട്, അത് നോക്ക് ഒരു പാവം. അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ വന്നാൽ നമ്മുടെ ടീമുമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ അത് അതൊരു വേറെ വൈബാണല്ലേ? ഓക്കെ, മാരീഡ് അല്ലേ? അതെ, അതെ. അപ്പൊ അങ്ങനെയൊക്കെ തോന്നും. എനിക്ക് അതിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇല്ല. ഫാമിലി അങ്ങനെ നല്ല സപ്പോർട്ട് Not the point. അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാന്നല്ലേ? അല്ല, അത് ആരുടെയും തന്നെ ഫാമിലി ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതെ, വിട്ടിരിക്കാൻ പറ്റില്ല. അത് എത്ര ടൈമാ നിങ്ങൾ വിട്ടിരിക്കുന്നവര്? നിങ്ങൾക്ക് ഇത്ര ടൈമിൽ ഇത്ര ടൈം ഇല്ല. എപ്പോഴാണോ പ്രോഗ്രാം തീരുന്നത് അത്ര സമയം വരെ അതുവരെ ഇരിക്കുന്നില്ലേ? അത് വലിയൊരു സപ്പോർട്ടാ ശരിക്കും. ഓക്കെ,